എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് ഞാൻ ആരുടെയോ കൂടെ പോയി എന്ന് പുള്ളി പറഞ്ഞതാണ്. അതായത് 2018 പുള്ളിയാണ് ഞങ്ങളെ ഇവിടെ ബാംഗ്ലൂർ കൊണ്ടുവന്ന് നിർത്തുന്നത്. എന്നിട്ട് അത് മറച്ചു വെച്ച് ഞാൻ ആരുടെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത് അതൊരു ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതുവരെയും എൻ്റെ കുട്ടിയുടെ കാര്യം മാത്രം വിചാരിച്ച് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കി ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂർ. എൻ്റെ ചേച്ചിയുടെ കൂടെ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ മാറി വേറെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് ഞാനും എൻ്റെ കുട്ടി എൻ്റെ അമ്മയാണ് കൂടെ ഉള്ളത്. എൻ്റെ അച്ഛനും ഉണ്ട്. അച്ഛൻ ട്രിവാൻഡ്രത്താണ് ഇടയ്ക്ക് ഇവിടെ വന്നും പോയിരിക്കുകയാണ്. പുള്ളിക്ക് എങ്ങനെയാണ് എന്നെ പറ്റി ഇത്ര മോശമായിട്ട് പറയാൻ പറ്റുന്നത്? ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് നിന്ന് കളിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇത് തന്നെ നിങ്ങൾക്ക് പുള്ളിയുടെ ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലാവും. സ്വന്തം ഭാര്യയാണ്, എന്ത് തന്നെ ഇരിക്കട്ടെ, ഡിവേഴ്സിൻ്റെ സ്റ്റേജിലാണ്, സാരമില്ല. പക്ഷേ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് പുള്ളിയുടെ ഇമേജ് നന്നാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഹി സോ ഇമേജ് കോൺഷ്യസ്. പറയാനില്ല, എന്റെ കൊച്ചിന്റെ അമ്മയല്ലേ, എന്ത് പറയാനാ, പാവം. സോ ഞാൻ പുള്ളിക്കാരത്തെ കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല. കാരണം എന്താ നിങ്ങൾ ഞാൻ മോശക്കാരനായതുകൊണ്ടാണ്. പുള്ളിക്കാരത്തിക്ക് പറ്റിയ ഒരാളല്ല ഞാൻ. അതുകൊണ്ട് പുള്ളിക്കാരത്തി തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോയി. മോനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷം വരാറുണ്ട്. മോനെ കാണാൻ പറ്റാറില്ല. അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ്. സിബിൻ്റെ ആര്യയുടെ കല്യാണം നിശ്ചയം ഉറപ്പിച്ചതിന് ശേഷം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നേരത്തെ നടന്ന സിബിൻ തൻ്റെ ആദ്യ വൈഫുമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും, ആദ്യ വൈഫിനെതിരെ സിബിൻ പറഞ്ഞ കാര്യങ്ങളും, അതിനുശേഷം സിബിൻ്റെ ആദ്യ ഭാര്യ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വന്നുള്ള കുറേയധികം വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പിന്നെയും ട്രെൻഡിങ് ആയിട്ട് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സിബിനെ കളഞ്ഞിട്ട് പോയി എന്നൊക്കെയായിരുന്നു ആദ്യ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിയെ കാണാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ കുറേയധികം പേര് റിയാക്ഷനൊക്കെ ചെയ്തിട്ട് അതിനെതിരെ കുറച്ചും കൂടെ അത് പൊലിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ആ സമയത്ത് സിബിൻ്റെ ആദ്യ ഭാര്യ ഇതിനെതിരെ പ്രതികരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്നും കാണാത്ത കാര്യങ്ങളാണ് പറയുന്നത്, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞാൻ കളഞ്ഞിട്ട് പോയതോ ഒന്നും തന്നെയല്ല, അതൊക്കെ സിബിൻ ചുമ്മാ പറയുന്നതാണ്. കുറേയധികം പേര് അത് വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ അറിയാൻ ആരും ശ്രമിക്കുന്നില്ല, എന്താണ് നടന്നതെന്നുള്ളത്. അത് ഞാൻ പറഞ്ഞാൽ മാത്രമല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ല സിബിൻ മാത്രം പറയുന്നത് വിശ്വസിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇതെല്ലാം വെളിയിൽ ഞാൻ തെറ്റുകാരിയാണെന്ന് പറയുന്നതെന്നൊക്കെ ചോദിച്ച് ആദ്യ ഭാര്യ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആദ്യ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാത്തവർ പോലും ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സിബിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ആര്യയായിട്ടുള്ള നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ആ ഒരു വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പിന്നെയും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്.